ഹായ്, നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഈ ഡ്രോണിലുള്ള ക്വിക്ക് ഷോട്ടുകളെ കുറിച്ചാണ്. അതിൽ കുറച്ച് ക്വിക്ക് ഷോട്ടുകളുണ്ട്. ഇപ്പോൾ റോക്കറ്റ്, പിന്നെ ഡ്രോണി, സർക്കിള്, അങ്ങനെയുള്ള കുറേ ഷോട്ടുകളുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത് എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വെൽക്കം ടു ദ ചാനൽ ദ മാൻ വിത്ത് തേർഡ് ഐ. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഫസ്റ്റ് ചെക്ക് ചെയ്യുക, സേഫ്റ്റിയിൽ പോയിട്ട് ബൈപ്പാസ് ഓക്കെ അല്ലേ നോക്കുക. അഡ്വാൻസ് RTH 120 മീറ്ററാണ് നമ്മുടെ ആൾട്ടിറ്റ്യൂഡ്. മാക്സിമം ആൾട്ടിറ്റ്യൂഡ് 120 മീറ്ററാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഡിസ്റ്റൻസ് നോ ലിമിറ്റ് ഉണ്ട്. ഏറ്റവും താഴെ വന്ന് അഡ്വാൻസ് സെറ്റിങ്സിൽ വന്നിട്ട് RTH സിഗ്നൽ ലോസ്റ്റ് വന്നു കഴിഞ്ഞാൽ RTH അല്ലേന്ന് ഒന്ന് കൺഫേം ചെയ്തിരിക്കുക. അപ്പോൾ ഞാൻ ആദ്യം ഈ എയർക്രാഫ്റ്റ് നമുക്ക് കുറച്ച് ഹൈറ്റിലേക്ക് കൊണ്ടുപോകാം. കാരണം എന്താണെന്നറിയോ, ഇപ്പുറത്തെ സൈഡിലെല്ലാം ഒരു ബിൽഡിംഗ് എല്ലാം ഉണ്ട്. അപ്പം നമ്മൾ സർക്കിൾ ചെയ്ത് വരുന്ന സമയത്ത് ആ ബിൽഡിങ്ങിനേക്കാളും മുകളിലാണെങ്കിൽ മാത്രമേ ഇത് കറക്റ്റ് സർക്കിളിൽ വരൂ. അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾ ഉണ്ടെങ്കിൽ അത് ബ്ലോക്കായി പോകും. അപ്പോൾ അത് നമുക്ക് കുറച്ചുകൂടി ഹൈറ്റിലേക്ക് കൊണ്ടുപോകാം. കുറച്ച് ഹൈറ്റിൽ പോട്ടെ, 21 മീറ്റർ. ഓക്കെ, ഇത് മതി. ഇനി നമുക്ക് എയർക്രാഫ്റ്റിനെ കുറച്ച് മുന്നോട്ടേക്ക് നിൽക്കാം. ഓക്കെ, കുറച്ച് മുന്നോട്ട് നീങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് എയർക്രാഫ്റ്റ് അതിൻ്റെ ക്യാമറ ഒന്ന് താഴത്തേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ നിൽക്കുന്ന പൊസിഷൻ കാണിച്ചു കൊടുക്കുക. നമ്മൾ നിൽക്കുന്നത് ഇവിടെയാണല്ലോ. ഓക്കെ, ഇപ്പം ഇതിലിപ്പോൾ ഞാൻ ഈ പ്ലസ് മാർക്ക് ചെയ്തു. എന്നിട്ട് അപ്പോൾ അത് നമ്മുടെ ഓക്കെ, ഇപ്പോൾ നമ്മൾ അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ സ്റ്റാർട്ട് പ്രസ് ചെയ്യുകയാണ്. സ്റ്റാർട്ട് പ്രസ് ചെയ്തുമ്പം എന്താ സംഭവിക്കുന്നത് നോക്കാം. ഇതിപ്പോൾ ഇതുണ്ട്, ഡ്രോണി ഷോട്ടാണ് ഇത്. ആ ഡ്രോണ് മുകളിലേക്ക് നീങ്ങിയിട്ട് നമ്മൾ ആ വീഡിയോ എടുത്ത് ഇനി അത് നേരത്തെ നമ്മൾ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് ആ പൊസിഷനിൽ തന്നെ അത് വന്ന് നിൽക്കും. അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ. കാരണം ഇപ്പം നമ്മൾ റെക്കോർഡിംഗ് ബട്ടൺ കണ്ടോ, അവിടെ റിട്ടേണിങ് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത്. അത് കംപ്ലീറ്റ് ആയി. അതാണ് ഡ്രോണി ഷോട്ട് വരുന്നത്. ഓപ്ഷന് ഇതിനകത്ത് വരുന്നത് റോക്കറ്റാണ്. അപ്പോൾ നമുക്കിത് റോക്കറ്റ് പ്രസ് ചെയ്ത് നമ്മൾ വീണ്ടും നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് പ്രസ് ചെയ്യുന്നു. സ്റ്റാർട്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് നേരെ മുകളിലേക്കാണ് ഡ്രോണ് പോകുന്നത്. റോക്കറ്റ് ഷോട്ട്. നമ്മുടെ മാർക്കിങ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുന്നുണ്ട് കേട്ടോ, ലൊക്കേഷൻ. ഇപ്പോൾ തിരിച്ചു വരുവാണ്, റിട്ടേണിങ് ആണ്. ഇനി അടുത്തത് നമുക്ക് സർക്കിളാണ്. സർക്കിൾ ഷോട്ടിൽ നമുക്ക് എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഞാൻ മാർക്ക് ചെയ്തു. അപ്പോൾ അത് ഏത് ഡയറക്ഷനിലേക്കാണ് വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ റൈറ്റ് തന്നെ കൊടുക്കാം. റൈറ്റ് കൊടുത്തു. എന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യാണ്. സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ കണ്ടോ, ഡ്രോണ് നമ്മളെ മാർക്ക് ചെയ്തിട്ട് അത് സെൻട്രലാക്കിക്കൊണ്ട് തന്നെ ഡ്രോൺ എന്ത് ചെയ്യാം, നമ്മളെ റൗണ്ട് ചെയ്യാണ്. ഇപ്പോൾ റൗണ്ട് ചെയ്ത് നേരത്തെ സ്റ്റാർട്ട് ചെയ്ത അതേ പൊസിഷനിൽ തന്നെ വന്നു നിന്നു. അതാണ് സർക്കിള്. ഇനി ഹെലിക്സാണ്.
ആ ഹെലിക്സ് ഷോട്ട് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. മാർക്ക് ചെയ്തു, സ്റ്റാർട്ട്. ഇതിങ്ങനെ സർക്കിള് ആവുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡ്രോണിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ അത് മാറുന്നുണ്ട്. നമ്മൾ സർക്കിള് ചെയ്യുന്നതോടൊപ്പം തന്നെ ഡ്രോണിൻ്റെ ഡിസ്റ്റൻസ് മാറി വരുന്നുണ്ട് ഈ ഹെലിക്സ് ഷോട്ടിൽ കേട്ടോ. അതാണ് ഹെലിക്സ് ഷോട്ട്. എന്നിട്ട് ക്യാമറ നേരത്തെ സ്റ്റാർട്ട് ചെയ്ത അതേ പൊസിഷനിലേക്ക് തന്നെ വന്ന് നിൽക്കും. ഇപ്പോൾ റിട്ടേണിങ് വരുന്നുണ്ട്. ഓക്കെ, അതാണ് ഹെലിക്സ് ഷോട്ട്. പിന്നെ ബൂമറാങ്ങിൽ എന്താ ഉള്ളത് നോക്കാം. മാർക്ക് ചെയ്തു. ഏത് ലെഫ്റ്റ് സൈഡ്, നമുക്ക് ഇനി ഈ സൈഡിലേക്ക് പോവാം. സ്റ്റാർട്ട്. ബൂമറാങ്ങിലും അതേപോലെ തന്നെയാണ്. നമ്മുടെ സർക്കിൾ ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ ക്യാമറയുടെ ഡിസ്റ്റൻസ് ഹൊറിസോണ്ടലി മാറുന്നുണ്ട്. നേരത്തെ അത് വെർട്ടിക്കലി മാറുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഹൊറിസോണ്ടലിയാണത് മാറുന്നത്, അതിൻ്റെ ഡിസ്റ്റൻസ് വ്യത്യാസം വരുന്നത്. ഇപ്പം റിട്ടേൺ ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ബൂമറാങ് കഴിഞ്ഞാൽ ആസ്ട്രോയിഡ് ഓപ്ഷൻ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. മാർക്ക് ചെയ്തു, സ്റ്റാർട്ട്. ഇപ്പോൾ ഡ്രോണ് തിരിച്ച് നമ്മുടെ സെയിം പൊസിഷനിലേക്ക് വന്നു. അപ്പോൾ ഇത്രയും ഷോട്ടുകളാണ് നമ്മുടെ ക്വിക്ക് ഷോട്ടുകളിൽ ഉള്ളത്. ഇനി ഇതിൽ നമുക്കുള്ള മാസ്റ്റർ ഷോട്ട് അതൊന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ മാർക്ക് ചെയ്തു, സ്റ്റാർട്ട് കൊടുക്കുകയാണ്. സ്റ്റാർട്ട് കൊടുത്തു. അപ്പം ഡ്രോണ് തന്നെ നമ്മുടെ സറൗണ്ടിങ്സ് ഒന്ന് വാച്ച് ചെയ്യും. വാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്കത് മാസ്റ്റർ ഷോട്ട് തരുന്നത്. അതായത് നമ്മൾ നിൽക്കുന്ന ആ ഏരിയ ഉണ്ടല്ലോ, ആ ഏരിയ മൊത്തമായിട്ട് ഒന്ന് കാണിക്കും. നമ്മൾ എവിടെ നിന്നിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള അതിൻ്റെ പരിസര പ്രദേശങ്ങൾ മൊത്തത്തിൽ ഡ്രോണൊന്ന് ഷൂട്ട് ചെയ്തിട്ട് തരും. അതാണ് മാസ്റ്റർ ഷോട്ട് എന്ന് പറയുന്നത്. അപ്പം ഡ്രോണ് എല്ലാ ആംഗിളിലും അത് വീഡിയോ എടുക്കുന്നുണ്ട്. കണ്ടോ, സൂം ആവുന്നുണ്ട്, സൂം ഇന്ന്, സൂം ഔട്ട്, സർക്കിള് എല്ലാം നടക്കുന്നുണ്ട്. ഇപ്പം അവിടെ നിന്നുകൊണ്ട് തന്നെ ഇപ്പോൾ അത് സർക്കിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം അതിൻ്റെ ആ റെക്കോർഡിംഗ് ബട്ടണില്ലേ, അവിടെ കാണാം അത് എത്രത്തോളം ഇപ്പോൾ നമ്മളെ വീഡിയോ അത് എടുത്തിട്ടുണ്ട് എന്നുള്ള ഇത് അവിടെ കാണാം. അപ്പോൾ അതെല്ലാം നോക്കാം നമുക്ക്. ഇപ്പോൾ നേരെ മുകളിലോട്ടാണ് ഡ്രോൺ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ മാസ്റ്റർ ഷോട്ട് ഫിനിഷായിരിക്കുകയാണ്. ആ ഡ്രോൺ നമ്മുടെ സെയിം പൊസിഷനിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മാസ്റ്റർ ഷോട്ട് എടുക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം.
സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുവരേക്കും ബൈ.